അലീനയുടെ എല്ലാ പോരാട്ടത്തിനുമൊടുവിൽ രോഹിത്തിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. രോഹിത്ത് ഈ കേസിൽ പെട്ടിട്ടില്ലെന്നുള്ള അലീനയുടെ വാദത്തിൽ തന്നെ കോടതി അവനെ വെറുതെ വിട്ടു. കോടതിയിൽ നിന്നും തിരിച്ചു വന്ന സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഒരുപാട് നാളത്തെ മൂടിക്കെട്ടിയ കാർമേഘങ്ങൾക്കൊടുവിൽ ഒരു മഴ പെയ്തൊഴിഞ്ഞതുപോലെയുള്ളൊരു സന്തോഷം. ബാലചന്ദ്രൻ വൈജയോട് പറയുന്നുണ്ട്, നിന്റെ ദേഷ്യവും വൈരാഗ്യവും ഒന്നും അലീനയോട് ഇനി കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ മകനെ പുറത്തിറക്കാൻ സഹായിച്ചത് അലീന തന്നെയാണ്. ആ ബോധ്യം നിനക്ക് നന്നായിട്ടുണ്ടായിരിക്കണം. വൈജയന്തി ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ വൈജയന്തിയും തിരിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. കാരണം അന്ന് രോഹിത്തിന് ഇതെല്ലാം സംഭവിച്ചപ്പോൾ തൻ്റെയും കൂടി കുറ്റമാണെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞതാണല്ലോ. ഇനി തൻ്റെ ഒരു കുറ്റം കൊണ്ട് വീണ്ടും അവൻ പഴയ രീതിയിലേക്ക് പോവരുതെന്ന ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം. എന്നാൽ രോഹിത് ആവട്ടെ ഈ അവസ്ഥയിലൂടെയെല്ലാം കടന്നു പോയിട്ട് വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, രോഹിത്തിനെ ഒരു ദിവസം എനിക്ക് വിട്ടുതരണം. അത് ഒരുപാട് ദിവസം കഴിഞ്ഞല്ല, നാളെ തന്നെ. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോൾ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, എനിക്ക് അവനെ ശരണ്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇത് കേട്ട വൈജയന്തിക്കും ബബിതയ്ക്കും വല്ലാത്ത ദേഷ്യം വന്നു. ശരണ്യയുടെ അടുത്തേക്കോ? ആരെ? രോഹിത്തിനെയോ? എന്തിന്? ഇവൾക്ക് തലക്ക് പ്രാന്താണച്ചാ, ഇവളെന്തൊക്കെയാ ഈ പറയുന്നത്? ബബിത വല്ലാത്ത രോക്ഷം കൊണ്ടു. ബാലചന്ദ്രൻ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ബബിതയെ അടക്കി നിർത്തി. ബാലചന്ദ്രൻ അലീനയോടായി തുടർന്നു, മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ? അത് ശരണ്യയോടൊന്ന് സംസാരിച്ചാൽ തന്നെ പകുതി മാറിക്കിട്ടും, അത് എൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രനും അത് ശരിയാണെന്ന് തോന്നി. എങ്കിൽ നാളെ തന്നെ നിങ്ങൾ രണ്ടാളും റെഡി ആയിക്കോ, ഞാൻ കൊണ്ടുപോകാം. ബാലചന്ദ്രൻ്റെ ആ വാക്ക് കേട്ട് ഉടനെ തന്നെ രോഹിത്തും പറഞ്ഞു, എനിക്കും ഒന്ന് കാണണമെന്നുണ്ട്. ഇത് കേട്ടപാടെ ബബിതയ്ക്ക് ദേഷ്യം വന്നു. അത് ശരി, അപ്പോൾ അവൾ പറയുന്ന വാക്കിനാണ് ഇവിടെ എല്ലാവർക്കും വില അല്ലേ? ആയിക്കോട്ടെ, എവിടം വരെയും പോകുമെന്ന് നമുക്കൊന്ന് കാണാലോ. ഇത് കേട്ട വൈജയന്തിക്ക് ദേഷ്യം വന്നു. വൈജയന്തി ചോദിച്ചു, നീ ആരാടി ഇത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ? നിന്റെ വിവരങ്ങളും എല്ലാവരും അറിഞ്ഞതാണ്. ഈ നിൽക്കുന്നവർക്കെല്ലാവർക്കും അറിയാഞ്ഞിട്ടല്ല. ഇത്രയും വലിയ പ്രശ്നത്തിനിടയ്ക്ക് തന്നെ ഇനി അതും കൂടി കുത്തിപ്പൊക്കണ്ടെന്ന് ആലോചിച്ചിട്ടാണ്. നന്നായാൽ ഓരോരുത്തർക്കും കൊള്ളാം എന്ന് പറയേ ബബിത ദേഷ്യം വന്ന് അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. ബാലചന്ദ്രൻ വീണ്ടും പറഞ്ഞു, നാളെ ശരണ്യയെ കണ്ട പാടെ തന്നെ നമുക്ക് ഇവനെ ഒരു ഡോക്ടറെ കാണാനും കൊണ്ടുപോകണം. ഡോക്ടറുടെ അഭിപ്രായം കൂടി നമുക്ക് എടുക്കാമല്ലോ. ഇനിയിപ്പോൾ അടുത്തൊന്നും കോളേജിലൊന്നും ഇനി പോകാൻ പറ്റില്ല. ബാലചന്ദ്രൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് അലീനയ്ക്കും തോന്നി. അലീനയും അത് ശരിവെച്ചു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അവർ യാത്ര തിരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴായിരുന്നു രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും വരുന്നത്. അവരുടെ വരവ് ബാലചന്ദ്രനും അലീനയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. കൃഷ്ണമോള് ഓടി വന്ന് രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. നിങ്ങളെവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നല്ലോ എന്ന് മാമച്ചായൻ ബാലചന്ദ്രനോട് ചോദിച്ചു. ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, ഇവനെ ഒന്ന് ആ ശരണ്യ എന്ന് പറഞ്ഞ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. അത് ഇവനിലും വല്ലാത്തൊരു മാറ്റം ഉണ്ടാവും. എന്തായാലും വന്ന കാലിൽ നിൽക്കാണ്ട് നിങ്ങൾ അകത്ത് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവരെ അകത്തേക്ക് വിളിച്ചു. അകത്ത് കയറിയ ഉടനെ തന്നെ ബാലചന്ദ്രൻ മാമച്ചായനോടായി പറഞ്ഞു, എൻ്റെ ഒരാപത്ത് ഘട്ടത്തിൽ എന്നെ കൂടുതൽ സഹായിച്ചത് നിങ്ങളാണ്. എല്ലാം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ആ രാത്രി തന്നെ നിങ്ങൾ എൻ്റെ മകളെ രക്ഷിക്കാൻ ഓടിയെത്തിയില്ലേ, അത് നിങ്ങളുടെ വലിയ മനസ്സാണ്. ഈ നന്ദി പറച്ചിലിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ ബാലചന്ദ്ര? അവൾ ഞങ്ങളുടെയും കുട്ടിയല്ലേ, ഞങ്ങളുടെ മോളുടെ ചേച്ചിയല്ലേ അവൾ. അപ്പം പിന്നെ അവളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അലീന അകത്തേക്കായി നടന്നു. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് നടന്ന അലീനയുടെ പിന്നാലെ തന്നെ രേവതിക്കുട്ടിയും. അലീനയോടായി രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ചേച്ചി, എന്ത് ധൈര്യത്തിലാണ് ചേച്ചി വീണ്ടും ആ കോളനിയിലേക്ക് പോകുന്നത്? അവിടെ എല്ലാവരും വീണ്ടും നിങ്ങളെ എന്തെങ്കിലും
മോളെ, ഞാൻ എത്ര വട്ടം അവിടെ പോയതാ. എന്നെ പിന്നെ ആരും ഒന്നും പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ല ചേച്ചി, ഇപ്പോൾ ചേച്ചി ഒറ്റയ്ക്കല്ലല്ലോ, രോഹിത്തിനെയും കൊണ്ടല്ലേ പോകുന്നത്. അതാണ് എൻ്റെ പേടി. അതിനെന്തിനാ മോളെ നിങ്ങളിങ്ങനെ പേടിക്കുന്നേ? ശരണ്യ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ള കോടതിയിൽ കൊടുത്ത മൊഴിയുടെ പുറത്താണ് രോഹിത്തിന് മാത്രം ജാമ്യം കിട്ടി അവൻ പുറത്തിറങ്ങിയത്. അല്ലാതെ ഒരു കള്ളക്കേസ് നമ്മൾ തിരുത്തി കുറിക്കൊന്നുമല്ല ചെയ്തത്. അലീന പറഞ്ഞത് ശരിയെന്ന രീതിയിൽ രേവതിക്കുട്ടി തലയാട്ടി. അവരെല്ലാവരും ചായ കുടിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഉടനെ തന്നെ ബാലചന്ദ്രനും അലീനയും രോഹിത്തും കൂടി ശരണ്യയുടെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ ശരണ്യയ്ക്ക് എന്തൊക്കെയോ ഗിഫ്റ്റുകൾ അലീന വാങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? അവൾ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ പാരിതോഷികം കൊടുക്കുകയാണെന്നല്ലേ അവർ വിചാരിക്കുള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കില്ല അച്ഛാ. നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ അവിടെ ആ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോവില്ലേ? ഞങ്ങളുടെ ചിന്നുമോളെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ഇതുപോലെയാണ്. എന്തൊക്കെ ഗിഫ്റ്റാണെന്നറിയോ അവൾക്ക് വാങ്ങിച്ചു കൊണ്ട് പോകുന്നേ? അലീനയുടെ മുഖത്ത് ആ ഒരു വാത്സല്യം നിറഞ്ഞു. അലീന ഗിഫ്റ്റുകളുമായി കാറിൽ കയറുമ്പോൾ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇത്രയും ദിവസം എൻ്റെ ചിന്നുമോളെ കൊണ്ട് നടക്കുന്ന പോലെയാണ് ശരണ്യയെ ഞാൻ കൊണ്ട് നടന്നത്. അതേപോലെ ഒരു നിഷ്കളങ്കമായ മുഖഭാവം. ആ ഹരി ആ കുട്ടിയെ ഒരുപാട് പറഞ്ഞ് മോഹിപ്പിച്ചു. പാവം. ഇത് കേട്ട രോഹിത്തിന് വല്ലാത്ത വിഷമം തോന്നി. ശരണ്യയുടെ അന്നത്തെ ആ മുഖവും നിസ്സഹായ അവസ്ഥയും അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നു. അവൻ കുറേ സമയം തല താഴ്ത്തി അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ ശരണ്യയുടെ വീടിൻ്റെ ഫ്രണ്ടിലായി കാറ് ചെന്ന് നിന്നു. അവർ പേടിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല. 3 പേരും കാറിൽ നിന്ന് ഇറങ്ങി. ആരും അവരെ കണ്ടിട്ട് പ്രതികരിക്കാനോ ഇറക്കി വിടാനോ ചെന്നില്ല. വീടിൻ്റെ ഉമ്മറത്ത് തന്നെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇവരെ കണ്ടപാടെ അച്ഛൻ എഴുന്നേറ്റ് വന്നു. അലീനയോടായി അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. മറ്റു 2 പേരുടെയും മുഖത്തേക്ക് ആ അച്ഛൻ നോക്കിയില്ല. അലീന ബാലചന്ദ്രനെയും ശരണ്യയുടെ അച്ഛൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അലീന രോഹിത്തിനെയും കൊണ്ട് അകത്തേക്ക് കയറി. അകത്ത് ചെന്നപാടെ രോഹിത്ത് ശരണ്യയുടെ മുഖത്തേക്കൊന്നു നോക്കി. ശരണ്യ രോഹിത്തിനെ കണ്ട ഭാവം നടിച്ചില്ല. ശരണ്യയും ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിച്ചു. ചേച്ചിയെ കാണണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇന്ന് രാവിലെ കൂടി ആഗ്രഹിച്ചതാ. അതേടി, ഞങ്ങൾ രാവിലെ എത്തേണ്ടതായിരുന്നു. രേവതിക്കുട്ടിയില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അനിയത്തിയെക്കുറിച്ച്? അവൾ വന്നിരുന്നു, അതുകൊണ്ടാണ് എത്താൻ വൈകിയത്. ആണോ? ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അടുത്ത ആഴ്ച തന്നെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചേച്ചി പറഞ്ഞ ആ കോളേജിൽ അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ബാലചന്ദ്രനും രോഹിത്തും അലീനയുടെയും ശരണ്യയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇവർ തമ്മിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ബാലചന്ദ്രന് പോലും മനസ്സിലായില്ല. ശരണ്യയോട് അലീന പറഞ്ഞു, മോളെ, നീ ഇവനോട് മാപ്പ് കൊടുക്കണം. ഞാൻ അതിനാണ് ഇവനെ കൂട്ടി നിൻ്റെ അടുത്തേക്ക് നേരിട്ട് തന്നെ വന്നത്. നീ ഇവനോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ ഇവന് ഒരു ശാന്തി കിട്ടുള്ളൂ. ഇവൻ അന്നു മുതൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചേച്ചി, ഹരി എന്നെ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. അതിലൊന്നും ഈ ചേട്ടൻ പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ രോഹിത് തന്നെ തൊട്ടിട്ട് പോലും ഇല്ലെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞത്. അല്ലാതെ ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞതല്ലല്ലോ ചേച്ചി. പിന്നെ എന്തിനാ രോഹിത്തിനെ ഇപ്പോഴൊരു കുറ്റബോധം? അത് പറഞ്ഞ് തീരെ രോഹിത്ത് ശരണ്യയുടെ കാലിലേക്ക് വീണു. എനിക്ക് മാപ്പ് തരണം. എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നു. ഞാൻ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. ഇതെല്ലാം കേട്ട് നിന്ന ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നി. ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ബാലചന്ദ്രൻ്റെ മനസ്സ് മുഴുവൻ അലീനയും ശരണ്യയും പറഞ്ഞ ആ കോളേജിലെ വിശേഷങ്ങളായിരുന്നു. എങ്ങനെയായിരിക്കും അലീന അവൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തത്? എത്ര ചിന്തിച്ചിട്ടും ബാലചന്ദ്രന് അതിനുള്ള ഉത്തരം മാത്രം കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരണ്യയോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞുകൊണ്ട് അലീനയും രോഹിത്തും തിരിച്ചു വന്ന് കാറിൽ കയറി കുറച്ചു ദൂരം യാത്ര ചെയ്ത ശേഷം ബാലചന്ദ്രൻ അലീനയോടായി ചോദിച്ചു, അല്ല മോളെ, നീ കോളേജിൽ
ആ നഴ്സിംഗ് കോളേജിൽ അവൾക്ക് എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തത്? അത് അച്ഛാ, അത് സത്യസന്ധമായിട്ട് പറയാലോ, അത് ഞാനല്ല. അതിന് പിന്നിൽ മനുവേട്ടനാണ്. അത് പിന്നീടേ നമുക്ക് ശരണ്യയോട് പറയാൻ കഴിയൂ. ഹരിയുടെ വീട്ടുകാരുടെയോ ഒരു സഹായവും അവൾ തേടില്ലെന്ന് അവൾ വാശിയിലാണ്. അപ്പോൾ മനുവേട്ടനാണ് ഇതെല്ലാം റെഡിയാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. അവൾ പോട്ടെ അച്ഛാ, അവൾ പോയി പഠിച്ച് മിടുക്കിയായി തിരിച്ചു വരട്ടെ. മനുവേട്ടനെയും കൂട്ടി ഞാൻ വന്ന് അവളെ കണ്ടോളാം, കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചോളാം. എത്ര തന്നെ വന്നാലും ഞങ്ങളുടെ അനിയന്മാർ ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാണല്ലോ ആ കുട്ടിക്ക് ഈ അവസ്ഥയൊക്കെ ഉണ്ടായത്. ഈ സമയത്ത് അവൾ ഇവിടെ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ഞാനാണ് മനുവേട്ടനോട് ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. മനുവേട്ടൻ്റെ ഏതോ സുഹൃത്തിൻ്റെ അച്ഛന് ഷെയറുള്ള കോളേജാണത്. ആ കെയർ ഓഫിലാണ് മനുവേട്ടൻ പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ റെഡിയാക്കി തന്നത്. ഇതിനിടയിൽ തന്നെ അവളും അവളെ അച്ഛനും കൂടി കോളേജിൽ പോയി അഡ്മിഷനൊക്കെ എടുത്തിരുന്നു. ക്ലാസ് തുടങ്ങുമ്പോൾ അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുകയാണ്. അതിനുവേണ്ടി അവൾ ശനിയാഴ്ച തന്നെ പോവും. അവിടെ കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലിലാണ് അക്കോമഡേഷനും എല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ അച്ഛ. മനുവിനെയും അലീനയെയും കുറിച്ചോർത്ത് ബാലചന്ദ്രൻ്റെ മനസ്സ് നിറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ രോഹിത്തിനെ കാണിക്കാനായി ബുക്ക് ചെയ്ത സൈക്കാട്രിസ്റ്റിൻ്റെ വീട്ടിലേക്ക് എത്തി. കുറച്ചാളുകളെല്ലാം പുറത്ത് കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ രോഹിത്തിന് കാറിൽ നിന്നിറങ്ങാൻ വല്ലാത്തൊരു ഭയം തോന്നി. ബാലചന്ദ്രൻ അവരോടായി പറഞ്ഞു, എന്നാൽ നിങ്ങൾ രണ്ടാളും ഇവിടെ ഇരിക്കേ, ടോക്കൺ നമ്പറൊക്കെ എത്ര ആയെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങളെ വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കാർ അവിടെ പാർക്ക് ചെയ്ത് കാറിൽ നിന്ന് ഇറങ്ങി. ഇതേ സമയം അലീന രോഹിത്തിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കരുത്, പഴയ പോലെ കോളേജിലൊക്കെ പോയി തുടങ്ങണം. നീ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഭയക്കുന്നത്? നീ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ രോഹിത്തെ. ഇതെല്ലാം പറയുമ്പോഴും രോഹിത്ത് അലീനയുടെ മുഖത്തേക്ക് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ഇവരോട് രണ്ടാളോടുമായി കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. നമ്മുടെ ടോക്കൺ നമ്പർ ആയിട്ടുണ്ടെന്നും. രണ്ടാളും ചെന്നപാടെ നേരെ ഡോക്ടറുടെ റൂമിലേക്കാണ് കയറിയത്. ഇവർ കാറിൽ നിന്നും ഇറങ്ങി നടന്ന് ചെല്ലുന്നത് കണ്ട് ആളുകൾക്കെല്ലാം രോഹിത്തിനെ മനസ്സിലായി. എന്നാൽ തലേ ദിവസത്തെ പത്രത്തിൽ തന്നെ രോഹിത്ത് നിരപരാധിയാണെന്ന് വന്നിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആരും പ്രതികരിക്കാനൊന്നും നിന്നിരുന്നില്ല. ഡോക്ടറുടെ റൂമിലേക്ക് കയറിയ പാടെ ഡോക്ടർ മൂവരെയും സ്വാഗതം ചെയ്തിരുത്തി. ഡോക്ടർ രോഹിത്തിനെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്തു. വരൂ രോഹിത്, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാമെന്നു കരുതി ഡോക്ടർ ബാലചന്ദ്രൻ്റെയും അലീനയുടെയും മുമ്പിൽ തന്നെ ഇരുത്തി എന്തൊക്കെയോ ചോദിച്ചു. രോഹിത്ത് തിരിച്ചൊന്നും പറയാതെ ബാലചന്ദ്രനെയും അലീനയെയും ഡോക്ടറെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എന്തോ ഒന്നോ രണ്ടോ ചോദ്യത്തിന് മാത്രമേ രോഹിത്ത് മറുപടി പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട ഡോക്ടർ അവരോട് രണ്ടാളോടും പുറത്തേക്ക് നിൽക്കാനും തനിക്ക് രോഹിത്തുമായി തനിച്ച് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അവർ പുറത്തിറങ്ങിയ ശേഷം ഡോക്ടറോട് മനസ്സ് തുറന്ന് തന്നെ രോഹിത്ത് സംസാരിച്ചു. ഹരിയുടെ വാക്ക് കേട്ടാണ് താൻ ശരണ്യയോട് ആ ദ്രോഹം ചെയ്യാൻ കൂട്ടുനിന്നതെന്നും ഹരിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് താൻ അലീനയോടും ആ ദ്രോഹം ചെയ്തതെന്നും എല്ലാം തുറന്നു പറഞ്ഞു. അലീനയോട് അത്രയൊക്കെ ചെയ്തിട്ടും എങ്ങനെയാണ് വീണ്ടും അതേ കൃത്യത്തിന് കൂട്ടുനിൽക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഹരിയുടെ ഓരോ വാക്കുകളിലും വിശ്വസിച്ചു പോയി എന്ന് മാത്രമായിരുന്നു രോഹിത്തിൻ്റെ മറുപടി. അതിനിടയിൽ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഏതൊരു പെണ്ണിൻ്റെയും മുഖത്ത് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഡോക്ടർ. എല്ലാം ശരണ്യയുടെ മുഖമായിട്ടാണ് എനിക്ക് കാണുന്നത്. എൻ്റെ മനസ്സ് മുഴുവൻ അവളാണ്. അവളോട് ഞാൻ എങ്ങനെയാണ് ഡോക്ടർ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? ഡോക്ടർ രോഹിത്തിനെ സമാധാനിപ്പിച്ചു. പ്രായശ്ചിത്തം ചെയ്യാൻ രോഹിത്, നമുക്കിനിയും അതിന് സമയമുണ്ട്. ഇപ്പോൾ നീയാണ് ഓക്കെ ആവേണ്ടത്. ആ കുട്ടി ഓക്കെയാണ്. രോഹിത്തിന് ആ കുട്ടിയോട് പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയം കടന്നു വരുന്നതേ ഉള്ളൂ. രോഹിത്ത് ഇപ്പോൾ മനസ്സിൽ നിന്നും അതെല്ലാം എടുത്തു മാറ്റി ഒന്ന് മനസ്സ് ശുദ്ധമാക്കിയതിന് ശേഷം രോഹിത്ത് പഠിക്കാൻ ഇറങ്ങണം.
നല്ലൊരു കോഴ്സ് എടുത്ത് വീണ്ടും പഠനം പൂർത്തീകരിക്കണം. രോഹിത്തിനോട് സംസാരിച്ച ശേഷം ഡോക്ടർ ബാലചന്ദ്രനെയും അലീനയെയും അകത്തേക്ക് ക്ഷണിച്ചു. ബാലചന്ദ്രനോടും അലീനയോടും ഡോക്ടർ പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ, രോഹിത്തിനിപ്പോൾ ഈ സ്ഥലം അതാണൊരു പ്രശ്നം. അവനെ നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് നാൾ മാറ്റി നിർത്തണം. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ കൂടി ആലോചിച്ചാൽ മതി. അല്ലാതെ അവനിപ്പോൾ ഒരു മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ എത്തിപ്പെടുന്നത് നല്ലൊരു അന്തരീക്ഷമായിരിക്കണം. നല്ല സുഹൃത്തുക്കൾക്കിടയിലേക്കായിരിക്കണം നിങ്ങളിവനെ കൊണ്ടുപോയി ആക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ അവരെ യാത്രയാക്കി. തിരിച്ച് വണ്ടിയിൽ പോകുന്ന വഴിക്ക് അലീനയും ബാലചന്ദ്രനും രോഹിത്തിനെ എവിടേക്കാണ് ഇവിടെ നിന്നും മാറ്റി നിർത്തുക എന്ന ആലോചനയിലായിരുന്നു. അലീന പറയുന്നുണ്ട്, അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും പുറത്തുണ്ടോ? നമുക്ക് ഇവനെ അവരെ അടുത്ത് കുറച്ച് ദിവസം നിർത്താൻ പറ്റിയവരാരെങ്കിലും? മോൾ എന്താണ് ഈ പറയുന്നത്? ഇത്ര വലിയ കേസിലെ പ്രതിയായിരുന്നവനെ ആരാണ് അവിടെ നിർത്തുക? അച്ഛാ, ഇങ്ങനെയൊന്നും പറയാതെ. അലീനയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ബാക്കിലിരിക്കുന്ന രോഹിത്തിനെ തിരിഞ്ഞു നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ കാറിന് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു രോഹിത്. മോളെ, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൻ എങ്ങനെയാണ് നമ്മുടെ ബന്ധക്കാരെ വീട്ടിലേക്കൊക്കെ മാറ്റി നിർത്തേണ്ടത്? എല്ലാവർക്കും അവരെ മുമ്പിൽ അവൻ പ്രതിയാണ്. നമ്മൾ പൈസ കൊടുത്ത് ശരണ്യയെ ഒതുക്കി എന്ന് തന്നെയാണ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവർ പോലും കരുതിയിരിക്കുന്നത്. അതിൽ 1-2 ആൾ മാത്രമേ സത്യാവസ്ഥ അറിയാവുന്നവരുള്ളൂ, അതും ഗോവർദ്ധൻ അടക്കമുള്ളവരിൽ. അല്ലാതെ എവിടേക്കാണ് മോളെ മാറ്റി നിർത്തുക? എങ്കിൽ അച്ഛാ, ഞാനൊരഭിപ്രായം പറയട്ടെ? നീ പറ. അതുപോലെ നോക്കാലോ. നമുക്ക് മനുവേട്ടൻ്റെ കെയർ ഓഫിൽ തന്നെ ബാംഗ്ലൂരിലേക്ക് മാറ്റിയാലോ? അത് വേണോ മോളെ? അവിടെ ആ കുട്ടിയും കൂടി ഉള്ളതല്ലേ. അത് കുഴപ്പമില്ല അച്ഛാ. അവന് ഈ അന്തരീക്ഷമാണ് പ്രശ്നം, അവളല്ല. ബാലചന്ദ്രന് അലീന പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ബാലചന്ദ്രൻ നമുക്ക് മനുവിനോടും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്താമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിൽ ചെന്ന് കയറിയ പാടെ വീണ്ടും വൈജയന്തിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. വൈജയന്തി ചോദിച്ചു, പിന്നെ എന്തിനാണ് എന്നെ ആശുപത്രിയിൽ നിന്നും ഇവിടേക്ക് കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്? ശരണ്യയെ കാണാനെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്? പിന്നെ വിളിച്ചപ്പോൾ പറയുന്നു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് രോഹിത്തിനെയും കൊണ്ട് നിൽക്കുകയാണെന്ന്. അതെന്താ അങ്ങനെ? അവന് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ അവൻ്റെ അമ്മയായ ഞാനല്ലേ കൂടെ ഉണ്ടാവേണ്ടത്? വൈജയന്തിയുടെ കല്ലി തുള്ളിയ ഭാവം കണ്ട് ബാലചന്ദ്രനും തിരിച്ച് നല്ലതുപോലെ പറഞ്ഞു കൊടുത്തു. അല്ല, എവിടെയാണ് അങ്ങനെ ഒരു നിയമം എഴുതി വച്ചിട്ടുള്ളത്? മകനെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കൂടെ അമ്മ തന്നെ വേണമെന്ന്? അതെനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അലീന കൂടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവനെ കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരാനും കേസിൽ നിന്നും പിന്തിരിച്ച് കൊണ്ടുവരാനും അലീനയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴും അവൾ കൂടെ ഉണ്ടാവുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടറെ കൊണ്ടുപോകാനായിട്ട് നിന്റെ മകനെ ഇതുപോലെ കിട്ടിയതും അലീന കാരണം തന്നെയല്ലേ? ശരണ്യയുടെ കേസിൽ നിന്ന് മാത്രമേ നിന്റെ മകൻ പുറത്തേക്ക് ഇറങ്ങി പോന്നിട്ടുള്ളൂ. ഒരു വാക്ക് അലീന പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്താലേ നിന്റെ മകനെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാം. അന്ന് ഓർമ്മയില്ലേ, അലീനയെ പോലീസുകാർ കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ അവിടെ സ്റ്റേഷനിൽ ഇരുത്തിയതാണ്. അലീനയ്ക്ക് നേരെ ഇവർ കാണിച്ച അതിക്രമത്തിന് കേസെടുക്കാൻ വേണ്ടിയിട്ട്. ഇവളുടെ ഒരു പരാതി മതി നിന്റെ മകനെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാൻ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ അടങ്ങി ഇവിടെ നിൽക്കാൻ നോക്കിക്കോ വൈജയന്തി. വീണ്ടും ഈ കുടുംബം കലക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ മറന്നു നിൽക്കുന്ന പലതും ഞാൻ ഇനിയും വിളിച്ച് പറഞ്ഞെന്നിരിക്കും. ബാലചന്ദ്രൻ്റെ ഉറഞ്ഞു തുള്ളിയ ദേഷ്യം കണ്ട് അലീന അച്ഛനെ ഒന്ന് തണുപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അതുകൂടി കണ്ടപാടെ വൈജയന്തിക്ക് അലീനയോടുള്ള ദേഷ്യം വീണ്ടും കൂടി. അത് ശരി, ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെയാണ് അയാളും അയാളുടെ വീടിൻ്റെ താക്കോലും. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ടടി. എല്ലാം ഒതുക്കി നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് തന്നെ ഇനി എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ തുടങ്ങുന്നുള്ളൂ.
തുടർന്നുള്ള വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.